നമസ്കാരം. ആർക്കും തന്നെ തൊടാൻ കഴിയില്ല, താൻ സർവാധികാരിയാണ് എന്ന് വിശ്വസിച്ചായിരുന്നു 10 വർഷം പിണറായി നാട് ഭരിച്ചത്. പിണറായി സർവാധികാരിയായി വാഴുക മാത്രമല്ല ചെയ്തത്, നിരവധി സർവാധികാരികളെ ജനാധിപത്യ വിരുദ്ധരെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇക്കൂട്ടത്തിൽ സ്വേച്ഛാധിപത്യവും സർവാധികാരവും കൈപ്പിടിയിലാക്കിയ ഒരു പ്രസ്ഥാനമാണ് PSC അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അവർക്കതിന് ന്യായമുണ്ട്. ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കീഴിലല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർ അഴിമതി നടത്തിയാലും സ്വജനപക്ഷപാതം കാട്ടിയാലും തട്ടിപ്പ് നടത്തിയാലും സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പിണറായി ആരംഭിച്ച സർവാധികാര പ്രവണത അവരിലേക്ക് പടർന്നപ്പോൾ PSCയുടെ തലപ്പത്തേക്ക് നിരനിരയായി CPM നേതാക്കൾ അണിനിരുന്നപ്പോൾ PSCയുടെ മേന്മയും കെട്ടുപോയി. ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഈ നാട്ടിൽ പഠിച്ച് സർക്കാർ സർവീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വിലയും കൊടുക്കാതെ അവരെ മൂലയിലേക്ക് ചവിട്ടിയിരുത്തി പാർട്ടി കൊടി പിടിക്കുകയും പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളാവുകയും ചെയ്യുന്നവരെ PSCയെ നോക്കുകുത്തിയാക്കി തിരികെ കയറ്റാനുള്ള എല്ലാ വൃത്തികേടുകളും കഴിഞ്ഞ 10 വർഷം ഈ സർക്കാരിൻ്റെ കാലത്ത് PSC ചെയ്തു. PSCയിലെ വിവരങ്ങളൊക്കെ അതീവ രഹസ്യമാണ്. പലതും നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. 2019 ശിവരഞ്ജിത്ത് എന്നു പേരുള്ള SFI യൂണിറ്റ് പ്രസിഡന്റും പ്രവീൺ എന്ന രണ്ടാമനും 1ഉം 2ഉം റാങ്കുകൾ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിൽ നേടിയത് പുറം ലോകമറിഞ്ഞത് അവർ കത്തിക്കുത്തിൽ പ്രതികളായപ്പോഴാണ്. ഇത്തരത്തിൽ PSCയുടെ മെറിറ്റ് അടിമുടി അട്ടിമറിക്കാൻ CPM നേതാക്കൾ അവിടെ നിരന്നിരുന്ന് പ്രവർത്തനം തുടങ്ങി. ഈ തോന്നിവാസം കണ്ടു പഠിക്കുന്നത് കൊണ്ടാവാം PSCയിലെ ജീവനക്കാർ പോലും കൃത്യത പാലിക്കുന്നില്ലെന്ന ആരോപണമുണ്ട്. PSCയിൽ 10 മണിക്ക് കയറി ചെല്ലുന്ന എല്ലാവരും ഞെട്ടലോടെ പറയുന്ന ഒരു കാര്യം, ഒരു ജീവനക്കാരെയും അവിടെ കാണാൻ കഴിയില്ലെന്നാണ്. 10:15-നും 10:30-നുമൊക്കെ ജോലിയിലെത്തുക, 5 മണി ആകുന്നതിന് മുമ്പ് സ്ഥലം വിടുക എന്നതൊക്കെ PSC ജീവനക്കാർക്ക് മാത്രമുള്ള പ്രിവിലേജ് ആണ്. ഓർക്കണം, CPMന്റെ തിണ്ണ നിരങ്ങുന്നത് കൊണ്ട് മാത്രം PSC അംഗത്വം എന്ന 3.25 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന പണിയെടുക്കുന്നവരാണ് ഇക്കൂട്ടർ. അവരാണ് മര്യാദയ്ക്ക് ഒരു പരീക്ഷ പോലും നടത്താതെ ഉദ്യോഗാർത്ഥികളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത്. 1.25 ലക്ഷം രൂപ ബേസിക് സാലറിയുള്ള പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികയിലേക്ക് നടത്തിയ ടെസ്റ്റിൽ പകുതി ഉത്തരങ്ങൾ മനഃപൂർവ്വം നോക്കാതെ അവർ അന്തിമ ഫലം പുറപ്പെടുവിച്ച് നിയമനം കൊടുത്തത് വിവാദമായപ്പോഴാണ് PSCയിലെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ നിരന്തരം PSCയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മെറിറ്റിന് യാതൊരു വിലയുമില്ലാതെ കമ്മിക്കൂട്ടങ്ങളെ അവിടെയും എവിടെയും തിരികെ കയറ്റിയാണ് PSC മുമ്പോട്ട് പോയത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഏറ്റവും വിചിത്രമായ സംഗതി അതല്ല, പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികയിലടക്കം PSCക്ക് മേൽ നിരവധി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അത് പോലീസിനെ അന്വേഷിക്കാൻ ഏൽപ്പിക്കണമെന്ന മുറവിളിയുണ്ടായി. ഒടുവിൽ PSCയിലെ വിജിലൻസിനെ അന്വേഷിപ്പിക്കാൻ തീരുമാനമെടുത്തു. പക്ഷെ ഉത്തരവിറങ്ങിയപ്പോൾ PSC പരീക്ഷാ കൺട്രോളറെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് അന്വേഷിക്കണമെങ്കിൽ ഏറ്റവും മിനിമം PSCയിലുള്ള വിജിലൻസ് വിഭാഗം, അതായത് പോലീസിൽ നിന്നും ഒരു SP-യുടെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ PSC വിജിലൻസായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ അന്വേഷിക്കണം. മനോരമ ദിനപത്രത്തിന്റെ 1-ാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അത്. വാസ്തവത്തിൽ ഈ ചാനലുകളുടെയും ഡിജിറ്റൽ മീഡിയയുടെയും അതിപ്രസരത്തിൽ അച്ചടി മാധ്യമങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ പഴയതുപോലെ ആരും അറിഞ്ഞിട്ടില്ലാത്ത അതീവ പ്രാധാന്യമുള്ള വാർത്തകൾ കൊണ്ടുവരാൻ ഔത്സുക്യം കാണിക്കണം. ഇന്ന് പത്രങ്ങൾ പലതും അത് ശ്രമിക്കുന്നില്ല. അത്തരം ചില റിപ്പോർട്ടുകൾ ഇടയ്ക്കെങ്കിലും വരുന്ന പത്രമാണ് മനോരമ. പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇന്ന് മനോരമ സുപ്രധാനമായ വാർത്ത 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നു. PSCയിൽ അടിമുടി ബന്ധു നിയമനം, ഇരിക്കട്ടെ അളിയനെ എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. വാർത്ത ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഏറ്റവും സുതാര്യമായി സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് നിയമനം നടത്താൻ ചുമതലപ്പെട്ട കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ തന്നെ ഇഷ്ടക്കാർക്ക് അടിമുടി വഴിവിട്ട നിയമനം. PSC ചെയർമാനും അംഗങ്ങൾക്കും LDF നേതാക്കൾക്കും വേണ്ടപ്പെട്ടവരെ പിൻവാതിലിലൂടെ തിരികെ കയറ്റി. PSCയുടെ തന്നെ റാങ്ക് പട്ടിക നിലനിൽക്കുകയാണ് 10 ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ കരാർ ജീവനക്കാർക്കായി മാറ്റിവെച്ചത്. ഇതിൽ ഒരാൾ PSC ചെയർമാന്റെ തന്നെ ഡ്രൈവറുടെ ഭാര്യ, മറ്റൊരാൾ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പ്രതിയാക്കപ്പെട്ട ആളുടെ ഭാര്യ സഹോദരൻ. നോക്കൂ, PSCക്ക് ഡ്രൈവർമാരുടെ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ PSC തന്റെ ചെയർമാന്റെ ഡ്രൈവറുടെ ഭാര്യയെയും പിണറായി വിജയന്റെ ഗൺമാന്റെ അളിയനെയും ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു കരാർ വ്യവസ്ഥയിൽ. ഈ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? തുടർഭരണമാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ പ്രത്യേക ഉത്തരവിലൂടെ സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ. സ്വാഭാവികമായും ആരെങ്കിലും കോടതിയിൽ പോകും. അപ്പോൾ സർക്കാർ അയഞ്ഞു കൊടുക്കും, കോടതി അനുമതി കൊടുക്കും. അങ്ങനെ പിൻവാതിലിലൂടെ നിയമിക്കപ്പെട്ട് സ്ഥിര നിയമനം കിട്ടിയ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുണ്ട്. CPM പ്രവർത്തകനായ കോഴിക്കോട് സ്വദേശിക്ക്
LDF സർവീസ് സംഘടന ഭരിക്കുന്ന സൊസൈറ്റിക്ക് കീഴിലെ കാന്റീനിൽ ജോലി. എന്നാൽ ഓഫീസ് അറ്റൻഡർമാരുടെ പട്ടികയിൽപ്പെടുത്തി ഇയാൾക്ക് ശമ്പളം നൽകുന്നതാട്ടെ PSCയും. നോക്കൂ മറ്റൊരു തട്ടിപ്പ്. CPM പ്രവർത്തകനായ ഒരു കോഴിക്കോടുകാരൻ, വേണ്ടപ്പെട്ടയാളാണ് പാർട്ടിക്കും സർക്കാരിനും ഒക്കെ, ഒരുപക്ഷെ മരുമകന്റെ വേണ്ടപ്പെട്ടയാളാവാം. LDF സർവീസ് സംഘടന ഭരിക്കുന്ന സൊസൈറ്റിക്ക് കീഴിൽ കാന്റീനിൽ ജോലി. പ്രത്യേകിച്ച് യോഗ്യതയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു LDF സൊസൈറ്റിയുടെ കാന്റീന് പണി കൊടുത്തു. പക്ഷേ അയാൾ ശമ്പളം കൊടുക്കുന്നത് PSC ആണ്. PSCയുടെ കരാർ നിയമനക്കാരുടെ ലിസ്റ്റിലുണ്ട്. തിരുവനന്തപുരത്ത് പോലും അയാൾ എത്തുന്നില്ല. പക്ഷെ PSC ഓഫീസ് അറ്റൻഡർ എന്ന നിലയിൽ അയാൾക്ക് ശമ്പളം കൊടുക്കുന്നു. ഹാജർ വയ്ക്കേണ്ട, PSC ഓഫീസിൽ എത്തേണ്ട, ശമ്പളം കൃത്യമായി PSC കൊടുക്കും. സഹകരണ സൊസൈറ്റിയിലെ LDF യൂണിയൻ നേതാവിന്റെ സഹോദരിയുടെ മകനെ PSCയിൽ ഡ്രൈവറായി നിയമിച്ചു. അതേ സൊസൈറ്റിയിൽ തന്നെ യൂണിയൻ നേതാവിന്റെ സഹോദരിയുടെ മകനെയും PSC ഡ്രൈവറാക്കി. ഈ നേതാവിന്റെ സഹോദരന്റെ മകനെ ഓഫീസ് അറ്റൻഡറായി തിരികെ കയറ്റി. നോക്കൂ, ഒരു സഹകരണ സൊസൈറ്റി കാന്റീനിൽ പണി, ശമ്പളം PSCയിൽ നിന്ന്. ഈ സഹകരണ സൊസൈറ്റിയുടെ ചെയർമാന്റെ സഹോദരിയുടെ മകൻ PSC ഡ്രൈവർ, സഹോദരന്റെ മകൻ PSCയിൽ അറ്റൻഡർ. CPM മുഖപത്രത്തിലെ ജീവനക്കാരന് അധിക സഹായം എന്ന നിലയിൽ PSCയുടെ പ്രസിദ്ധീകരണത്തിന്റെ ലേഔട്ട് ചുമതല കൂടി നൽകി. നോക്കണം, ദേശാഭിമാനിയിലെ ഒരു ജീവനക്കാരന് PSCയുടെ പ്രസിദ്ധീകരണത്തിന്റെ ലേഔട്ട് ചുമതല കൊടുത്തു. PSCയിൽ അതിന് കഴിവുള്ള ആരുമില്ല എന്നോർത്താവാം. PSCയിലെത്തി ജോലി ചെയ്യുന്ന ഇയാൾ മാസം നൽകുന്ന 22,000 രൂപ. ദേശാഭിമാനി ജീവനക്കാരനാണ്, ഇടയ്ക്ക് PSCയിൽ വരും, അവിടെ പണിയെടുക്കും, 22,000 രൂപ ശമ്പളം മേടിക്കും. PSCയിലേക്ക് ഓഫീസ് അറ്റൻഡർമാരെ നിയമിക്കാൻ റാങ്ക് പട്ടിക നിലവിലില്ലാതിരുന്ന 9 വർഷത്തിന് മുൻപാണ് വേണ്ടപ്പെട്ടവരെ കരാർ ജീവനക്കാരായി നിയമിച്ചത്. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഉടനാണ് 2016 ഇവരെ നിയമിക്കുന്നത്. എന്നാൽ സെക്രട്ടേറിയറ്റ്, PSC, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലെ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് പൊതു റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടും ഇതിൽ നിന്ന് നിയമിക്കാൻ PSC തയ്യാറല്ല. പിന്നീട് അറ്റൻഡർമാർക്ക് ഒരു പൊതു റാങ്ക് പട്ടിക വന്നു. ആ റാങ്ക് പട്ടികയിൽ ഇഷ്ടംപോലെ ഉദ്യോഗാർത്ഥികളുടെ പേരുണ്ട്, അവിടെ നിന്ന് എടുത്താൽ മതി. പക്ഷേ ഇവരുടെ കരാർ പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പകരം ഇവർക്ക് ഓരോ വർഷവും കരാർ പുതുക്കി നൽകുകയാണ്. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികളും ജീവനക്കാരും പരാതി നൽകിയിട്ടും PSC ചെയർമാനോ അംഗങ്ങളോ അനങ്ങിയില്ല. ഉന്നതരുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ചില സെക്ഷനുകളിൽ അടക്കി ഭരിക്കുന്നത് പോലും കരാർ ജീവനക്കാരാണ്. നേതാക്കന്മാരുടെ ചാർച്ചക്കാരാണല്ലോ. അതുകൊണ്ട് PSCയിലെ മറ്റുദ്യോഗസ്ഥരെക്കാൾ ഇവിടെ റോൾ ഉള്ളതും ഈ ചാർച്ചക്കാർക്കാണ്. PSC എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ മറ്റ് ഓഫീസ് അറ്റൻഡർമാരെ നിയന്ത്രിക്കുന്നതിനുള്ള ചുമതല പിണറായിയുടെ ഗൺമാനായിരുന്ന ആളുടെ അളിയനാണ്. നേരത്തെ സ്ഥിരപ്പെട്ടവരെ പോലും നിയന്ത്രിക്കുന്നത് അളിയന്മാരാണ്. നോക്കൂ എന്തൊരവസ്ഥയാണെന്ന്. എങ്ങനെയാണ് പിണറായിയുടെ ഭരണത്തിന് കീഴിൽ മെറിറ്റ് അട്ടിമറിക്കപ്പെട്ടത് എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണിത്. ഇവിടെ രാജ്യത്തെ നിലവിലുള്ള നിയമവും ചട്ടവും എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ പരീക്ഷ നടത്തി PSC ആളെ എടുക്കുക, ഏത് തസ്തികയാണെങ്കിലും ഒഴിവ് സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഒഴിവാണെങ്കിലും പരീക്ഷ നടത്തി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഒഴിവായിട്ടൊന്നും വരില്ല. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, PSCക്ക് പരീക്ഷ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. തൊഴിലില്ലാത്തവരുടെ രജിസ്റ്റർ ചെയ്യണം. ആ സീനിയോറിറ്റി ലിസ്റ്റിൽ നിന്നും യോഗ്യതയുള്ളവർക്ക് ഇവിടെ കരാറടിസ്ഥാനത്തെ നിയമനം കിട്ടും എന്നുവരെ പുതിയ റാങ്ക് ലിസ്റ്റ് വന്ന് ആ റാങ്ക് ലിസ്റ്റിൽ നിയമനം വരുന്നത് വരെ അത് സർക്കാർ പ്രത്യേകം ഉത്തരവിറക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കുകുത്തിയാണ്. CPMന് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റണമെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുക സാധ്യമല്ല. 21 PSC മെമ്പർമാരാണുള്ളത്. 6 വർഷമാണ് ഒരു PSC മെമ്പറുടെ കാലാവധി. അതുകൊണ്ട് തന്നെ 10 വർഷം ഭരിച്ച CPMന്റെ മറ്റ് LDF ഘടകകക്ഷികളുടെ പ്രതിനിധികളാണ് മുഴുവൻ പേരും. 4 പേർ റിട്ടയർ ചെയ്തു പോയി, ഒഴിവുകൾ ബാക്കിയുണ്ട്. അവരെ UDFന് നിയമിക്കാം. പക്ഷേ ഘടകകക്ഷികൾക്ക് വീതിച്ചു കൊടുക്കാതെ നിയമനം സാധ്യമല്ലാത്തതിനാൽ അത് നീളുകയാണ്. ഇപ്പോൾ PSCയിൽ അവശേഷിക്കുന്ന 16 LDF അംഗങ്ങൾ ചട്ടങ്ങളോ നിയമങ്ങളോ നോക്കാതെ അവരുടെ ബന്ധുക്കളെ തിരികെ കയറ്റുന്നു. ഈ പണി ചെയ്യാൻ അവർ വാങ്ങുന്ന ശമ്പളം 3.5 ലക്ഷവും 3.25 ലക്ഷവും. ഈ 6 കൊല്ലം കഴിഞ്ഞ് പടിയിറങ്ങിയാൽ ആജീവനാന്തകാലം ഇവർക്ക് കിട്ടുന്ന പെൻഷൻ 2.5 ലക്ഷവും 2.25 ലക്ഷവും. ഓർക്കണം, സിവിൽ സർവീസ് എഴുതി ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്താൽ ഇത്രയും പെൻഷൻ കിട്ടില്ല, ഇത്രയും ശമ്പളം കിട്ടില്ല. ഭരണഘടനാ പദവിയുള്ള സ്ഥാപനമായതുകൊണ്ട് എന്തും ചെയ്യാം, ആരും ചോദിക്കാൻ വരില്ല എന്ന ആത്മവിശ്വാസവും ധൈര്യവുമാണ് CPM അടിമകളെ കൊണ്ട് മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് PSCയെ തന്നെ റദ്ദാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം.